ഹായ് നമസ്കാരം, വോയിസ് ഓഫ് മുജീബിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ പൊരുതി നേടിയ കിരീടം നിലനിർത്താൻ തന്നെയായിരിക്കും ഇത്തവണ RCB കളത്തിലിറങ്ങുന്നത്. കൂടുതൽ കരുത്തോടെയാണ് RCB ഇത്തവണത്തെ IPL-ലെത്തുന്നത്. ഏസാൽ കപ്പ് നമതേ എന്ന് പറഞ്ഞു തുടങ്ങി RCBക്ക് ആ കപ്പ് നേടാൻ, അത് യാഥാർത്ഥ്യമാക്കാൻ കാത്തിരിക്കേണ്ടി വന്നത് 18 വർഷങ്ങളായിരുന്നു. പലതവണ പരിഹാസരൂപേണ RCBയുടെ വിജയമന്ത്രത്തെ സോഷ്യൽ മീഡിയയിൽ ട്രോളുകളായി വന്നുകൊണ്ടേയിരുന്നു. എന്നാൽ RCB കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല. ഇന്ത്യൻ ക്രിക്കറ്റിലെന്നല്ല, ലോക ക്രിക്കറ്റിൽ തന്നെ ഏറ്റവും മികച്ച കളിക്കാരനായ വിരാട് കോഹ്ലി അടങ്ങുന്ന RCB പരിഹാസങ്ങളെയും വിമർശനങ്ങളെയും മറികടന്നത് പോരാട്ടം കൊണ്ടു തന്നെയാണ്. പരിഹാസങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒടുവിൽ RCB എത്തിയിരിക്കുന്നത് മറ്റാർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത റെക്കോർഡിൽ കൂടിയാണ്. WPL-ഉം IPL-ഉം ഒരേ സമയത്ത് കിരീടം നേടിയിട്ടുള്ള ടീമായി മാറിയിരിക്കുന്നു RCB. കിരീട നേട്ടത്തിന് തുടക്കമിട്ടത് വനിതകളാണെങ്കിൽ 18 വർഷത്തിൻ്റെ കാത്തിരിപ്പിനൊടുവിൽ കഴിഞ്ഞ തവണയാണ് IPL-ൽ RCB കിരീടം നേടിയത്. അതുകൊണ്ടുതന്നെ ആ നേടിയ കിരീടം വിട്ടുകൊടുക്കാൻ ഇനി RCB തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. കഴിഞ്ഞ തവണത്തെ RCBയുടെ ടോപ്പ് സ്കോററായ വിരാട് കോഹ്ലിക്ക് ഫിൽ സാൾട്ട് കൂട്ടായെത്തുമ്പോൾ ഏതൊരു ബൗളിംഗ് നിരയും ഭയപ്പാടോടെയല്ലാതെ അവരുടെ മുന്നിലേക്ക് ചെല്ലാൻ കഴിയില്ല. വിരാട് കോഹ്ലി, ഫിൽ സാൾട്ട് എന്നിവർക്ക് പുറമെ ക്യാപ്റ്റൻ രജത് പടിദർ, ദേവ്ദത്ത് പടിക്കൽ, ജിതേഷ് ശർമ്മ. ദേവ്ദത്ത് പടിക്കൽ ആഭ്യന്തര ക്രിക്കറ്റിൽ മികവുറ്റ പ്രകടനം കൊണ്ടാണ് IPL-ലേക്ക് എത്തുന്നത്. ഇതിനെല്ലാം പുറമെ RCB കരുത്താർജിക്കുന്നത് ഓൾറൗണ്ടർമാരിലൂടെയാണ്. കൃണാൽ പാണ്ഡ്യ, സ്വപ്നിൽ സിംഗ്, ടിം ഡേവിഡ്, റൊമാരിയോ ഷെപ്പേർഡും ജേക്കബ് ബത്തേലും ഫോമിലേക്ക് എത്തിയാൽ ഒരു കണക്കുകൂട്ടലുകൾക്കും പിടിച്ചു നിർത്താനാവില്ല അവരുടെ സ്കോറുകൾ. നമുക്കറിയാം, കഴിഞ്ഞ T20 സെമി ഫൈനൽ മത്സരത്തിൽ ഇംഗ്ലണ്ടിനു വേണ്ടി ബാറ്റിങ്ങിനിറങ്ങി ഇന്ത്യയെ 1 മണിക്കൂറിലധികം മുൾമുനയിൽ നിർത്തിയ ബാറ്ററാണ് ജേക്കബ് ബത്തേൽ. ഒരറ്റത്ത് വിക്കറ്റുകൾ വീണുകൊണ്ടിരിക്കുമ്പോഴും 256 എന്ന ടാർഗറ്റിലേക്ക് ലവലേശം ഭയഭേദമില്ലാതെ ബാറ്റേന്തിക്കൊണ്ട് വിജയത്തിനടുത്തെത്തിച്ചാണ് അവസാന ഓവറിൽ റണ്ണൌട്ടായി പുറത്താകുന്നത് ജേക്കബ് ബത്തേൽ. ആ ഒരു പോരാട്ടവീര്യം ഈ IPL-ലും എടുക്കാൻ ജേക്കബിന് കഴിഞ്ഞാൽ തീർച്ചയായും RCB കിരീടം നിലനിർത്തുമെന്നതിൽ സംശയമില്ല. ടിം ഡേവിഡും ഒട്ടും മോശക്കാരനല്ല. അവസാന ഓവറുകളിൽ സിക്സറുകൾ പായിച്ചുകൊണ്ട് സ്കോർ മുന്നോട്ട് നയിക്കാൻ കരുത്തുള്ള താരം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, RCBയുടെ ഓൾറൗണ്ടർമാരുടെ നിര അത് എതിർ ടീമുകൾക്കിടയിൽ നാശം വിതയ്ക്കുന്നത് തന്നെയാണ്. ഫിനിഷിങ്ങിൽ ബാറ്റിങ്ങിന് ശക്തി പകരാൻ വിക്കറ്റ് കീപ്പർ ബാറ്ററായി ജിതേഷ് ശർമ്മയും RCBക്കൊപ്പമുണ്ട്. ബൗളിങ്ങിലേക്ക് വരുമ്പോൾ ജോഷ് ഹാസിൽവുഡ്, റാസിക് ദർ, ജേക്കബ് ഡഫി, നുവാൻ തുഷാര, യാഷ് ദയാൽ, ഭുവനേഷ് കുമാർ എന്നിവർക്ക് പുറമെ സ്പിൻ ബൗളിങ്ങിന് കരുത്തു പകരാൻ സുയാഷ് ശർമ്മയും കൂട്ടായിട്ടുണ്ട്. യാഷ് ദയാലിനെ നമുക്കറിയാം, അതിവിദഗ്ധമായി ബാറ്റർമാരെ ആശയക്കുഴപ്പത്തിലാക്കാൻ കഴിവുള്ള ബൗളറാണ്. അതിലൂടെ വിക്കറ്റ് നേടിയെടുക്കാനും കേമൻ തന്നെയാണ് യാഷ് ദയാൽ. അല്പമെങ്കിലും RCBക്ക് പോരായ്മകൾ തോന്നുന്നുണ്ടെങ്കിൽ അത് ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ മാത്രമാണ്. പക്ഷേ അതിനെ മറികടക്കാൻ കരുത്തുള്ള ബാറ്റിംഗ് നിര തന്നെയാണ് RCBക്കുള്ളത്. RCBക്കും ഇത്തവണ നല്ല മത്സരങ്ങൾ കാഴ്ചവെച്ച് ആരാധകരെ തൃപ്തിപ്പെടുത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ് പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഇഷ്ട ടീമിനെ കമൻറ്റ് ബോക്സിൽ അടയാളപ്പെടുത്തുക.